എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നോ ഇൻ ദ ബൈബിൾ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് സാമുവലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സാമുവൽ പ്രവാചകനാണ്. ഇതിന് 24 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ശൗൽ രാജാവും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും ഒക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. അതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ദാവീദ് അവരെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ദാവീദ് യഹൂദയുടെ രാജാവാകുന്നു. പിന്നെ ദാവീദ് ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവാകുന്നു. അതൊക്കെ നമ്മൾക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിഞ്ഞു. പിന്നെ എന്താണ്, ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുന്നു, അല്ലെ? ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടിരുന്നു, അതിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അത് ആദ്യം കൊണ്ടുവന്നപ്പോൾ ഉസ്സ പെട്ടകത്തെ കയറി പിടിക്കുകയും പെട്ടകം ഉസ്സ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം എടുക്കുവാൻ ദൈവം ലേവ്യരോടാണ് കൽപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അതിന് ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ മുഖാന്തരം വേണം ആ പെട്ടകത്തെ തൊടുവാനും അതേ ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ. അപ്പോൾ ഇത് അറിയാതെ എന്താ പറയുക, ഉസ്സ അതിൽ കയറി പിടിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഉസ്സ മരിക്കുവാനായിട്ടിടയായത്. അതിനുശേഷം ദാവീദ് ഭയപ്പെട്ടു പോകുന്നു. അവിടെ ഓബേദ് ഏദോം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിനുശേഷം ദാവീദ് അറിയുകയാണ്, ആ വീട്ടിൽ പെട്ടകം ഇരുന്നപ്പോൾ ആ വീട് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, പെട്ടകം അവിടെ ഇരുന്നപ്പോൾ എന്താണ്, അതിന് കൊടുക്കേണ്ട മഹത്വമൊക്കെ കൊടുത്താണ് ആ പെട്ടകത്തെ അവരവിടെ സൂക്ഷിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, അവരെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നമ്മൾ വേണ്ടുന്ന മഹത്വവും ആ ഒരു ആരാധനയും അതൊക്കെ ദൈവത്തിന് ആ ഒരു രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ദൈവം നമ്മളെയും അനുഗ്രഹിക്കും. അത് മാത്രമല്ല, നമ്മളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വരികയും, സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഒരു സന്ദേശം ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കുക, എപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒരു മഹത്വം കൊടുക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു മഹത്വമൊന്നും പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല, അല്ലേ? നമ്മളെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്നുള്ളത്, നമ്മളുടെ പ്രാർത്ഥനകൾ പോലും അങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ ഒരു കാട്ടിക്കൂട്ടൽ പ്രാർത്ഥനകളൊക്കെയാണ് പലപ്പോഴും നമ്മൾക്ക് സമയമില്ലാത്തത് കൊണ്ടുള്ള കാട്ടിക്കൂട്ടി പ്രാർത്ഥനകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന് കൊടുക്കേണ്ടതായ മുഴുവൻ മഹത്വവും കൊടുത്ത് ആരാധനയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങുകയും ദൈവം നമ്മളെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതും ഇതിനകത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അവരെ അനുഗ്രഹിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് അത് കൊണ്ടുവരേണ്ടത് രീതിയിൽ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുവാനായിട്ട് തയ്യാറാകിയ ദാവീദ് രാജാവാണല്ലേ. ആ രാജാവിൻ്റെ ഒരു മഹത്വവുമില്ലാതെ രാജാവിൻ്റെ സകല മഹത്വങ്ങളും അഴിച്ചു വെച്ച് പുള്ളി ഒരു സാധാരണക്കാരനെ പോലെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ ചെയ്ത് ആ പെട്ടകത്തെ അങ്ങ് ഘോഷയാത്രയായിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നും യെരുശലേമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തതല്ലേ. അത് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഓർക്കുക, നമ്മളുടെ മനോഭാവം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുകൂടെ ദൈവം ഇവിടെ നമ്മൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ്, അല്ലേ? നമ്മൾ ഏത് ഹയർ ലെവലിൽ ഇരുന്നാലും ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടല്ല, ദൈവം നമ്മളെ എങ്ങനെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരായിരുന്നു എന്നുള്ളൊരു ബോധത്തോടു കൂടെ ദൈവം നമ്മളെ എവിടം വരെ എത്തിച്ചു എന്നുള്ളൊരു ബോധത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകണം. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മളുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും നമ്മൾക്ക് ജയിക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന് നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലേ. എന്നാലും പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊക്കെ മറന്നു പോകും. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഒരു താഴ്മയുള്ള ഹൃദയം നമ്മൾക്കുണ്ടാകണം. അങ്ങനെ ദാവീദ് അവിടെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു, അല്ലേ? ഘോഷയാത്രയായിട്ട് ആ പെട്ടകത്തെ യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അപ്പോൾ നമ്മൾക്കറിയാം, മീഖൾ ആരാണ്, ശൗലിൻ്റെ പുത്രിയാണ്, അല്ലേ? ശൗലിൻ്റെ പുത്രി അവിടെ നിന്ന് കണ്ടു. പുള്ളിക്കാരത്തിക്ക് അതങ്ങ് ഇഷ്ടമായില്ല. പുള്ളിക്കാരത്തി പറഞ്ഞു, ഇവൻ രാജാവല്ലേ, രാജാവായിട്ടും എന്താണ് പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ സാധാരണക്കാരനെ പോലെ നൃത്തം ചെയ്യുന്നു കണ്ടോ, ഇസ്രായേൽ കന്യകമാരുടെ മുൻപിൽ നൃത്തം ചെയ്യുന്നു കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് ആകെ ബുദ്ധിമുട്ടായി. ഭാര്യയാണ്, രാജ്ഞിയാണ്, പക്ഷേ അത് ദാവീദിനോട് ആ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ദാവീദ് പറഞ്ഞു, എന്നെ കൊണ്ടുവന്നത് ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ദാവീദ് എവിടെയായിരുന്നു, കാട്ടിൽ ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അവിടുന്ന് ദൈവം കൊണ്ടുവന്നതൊക്കെ ദാവീദിനറിയാം. ദാവീദ് അതൊക്കെ അങ്ങ് പറഞ്ഞു, ആ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഇതിലപ്പുറം
അപ്പുറവും ചെയ്യുമെന്നുള്ള രീതിയിലാണ് ദാവീദ് അവിടെ സംസാരിച്ചത്. അവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു അല്ലേ. ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചത് നമ്മൾക്ക് കാണാം. എന്നാൽ മീഖലിന് എന്താ പറ്റിയതെന്നറിയാമോ? മീഖലിന് ആജീവനാന്ത കുട്ടികളില്ലായിരുന്നുവെന്നും നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുൻപിൽ അവൾ വിചാരിച്ചു, അവൾക്ക് അത്രേ അറിയത്തുള്ളൂ അല്ലേ, അവൾക്ക് അത്ര ഒരു അടുപ്പമേ ദൈവത്തോടുണ്ടായിരുന്നുള്ളൂ. അവൾ വിചാരിച്ചു രാജാവും രാജ്ഞിയും ആ ഒരു ലെവലിൽ നിന്ന് തന്നെ വേണം ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നുമില്ല, നമ്മളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ആ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചത് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. ദാവീദ് എന്താണ് ആ പെട്ടകമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദിന് ആകപ്പാടെ വിഷമം. ദാവീദ് പറഞ്ഞു, ഞാനിവിടെ വലിയ അരമനകളിലാണ് പാർക്കുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം എവിടെയായിരിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിനൊരു നല്ല ആലയം പണിയണമെന്നുള്ള നല്ലൊരു തീരുമാനം ദാവീദിന്റെ മനസ്സിലേക്ക് അങ്ങ് വരികയും പ്രവാചകനായ നാഥാൻ പ്രവാചകനെ വിളിച്ചു. അപ്പോൾ സാമുവേൽ പ്രവാചകനൊക്കെ മരിച്ചു പോയത് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. പിന്നത്തെ പ്രവാചകനാണ് നാഥാൻ പ്രവാചകൻ. ഓക്കെ, അപ്പോൾ നാഥാൻ പ്രവാചകനെ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് നല്ല കാര്യമാണ്, പുള്ളിക്കും തോന്നിയത് നല്ല കാര്യമാണ്. പക്ഷേ പുള്ളിയോട് സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടു, നീ ദാവീദിനോട് ചെന്നിട്ട് പറ, അവൻ്റെ ആ തീരുമാനമൊക്കെ ദൈവത്തിന് ഇഷ്ടമായി, പക്ഷേ അവനല്ല ആലയം പണിയേണ്ടത്, ആലയം ആരാ? അവൻ്റെ പുത്രനായിരിക്കും ആലയം പണിയേണ്ടത് എന്നൊക്കെ ദൈവം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ റീസണൊക്കെ നമ്മൾക്ക് അറിയാം അല്ലേ. റീസൺ എന്താണ്? ദാവീദ് ഒത്തിരി യുദ്ധമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, അവൻ്റെ കയ്യിൽ ഒത്തിരി ചോര പുരണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയല്ല നിൻ്റെ മകൻ എനിക്ക് ആലയം പണിതാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ദാവീദിനോട് പറയുക, ദാവീദ് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് തീരുമാനിച്ചപ്പോൾ ദാവീദിനോട് ദൈവം പറയുക, ദാവീദിന് ദൈവം ഒരു ഗൃഹം അങ്ങ് കൊടുക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കും, ദാവീദിന് ഓൾറെഡി ഒരു വീടുണ്ട്, പക്ഷെ വേറെ നല്ലൊരു ഗൃഹം അങ്ങ് കൊടുക്കുമെന്ന്. അതിന് ആത്മീയ അർത്ഥവുമുണ്ടല്ലേ. എന്ന് വെച്ചാൽ ദാവീദിൻ്റെ കുടുംബത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചതിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരമ്പര നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓർക്കുക, എപ്പോഴും നമ്മൾ ദൈവത്തോട് എന്താണെന്നറിയാമോ, ദൈവത്തോട് നമ്മൾ ചില ഉടമ്പടികളൊക്കെ ചെയ്യുന്നത് നല്ലതാകട്ടോ. എന്ന് വെച്ചാൽ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ദാവീദ് ദൈവത്തിന് ഉടമ്പടി സമർപ്പിച്ചതുകൊണ്ട് ദാവീദിന് ഒരു ഗ്രഹം പണിയാൻ ദൈവം അനുമതി കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഗ്രഹം ദൈവം കൊടുത്തു. അതുകൊണ്ട് എന്നുള്ള മനോഭാവത്തോടെ അല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്. ദാവീദ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അല്ലേ. ദാവീദിന് ആ ഒരു ദൈവത്തിനോടുള്ള ആ ഒരു ആരാധനയും സ്നേഹവും ഒക്കെ അങ്ങ് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പെട്ടകം ഇവിടെ ഇരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആ പെട്ടകം വയ്ക്കാൻ നല്ലൊരു ആലയം പണിയുമെന്ന് പറഞ്ഞു. അത് ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന തീരുമാനമാണ്. ആ തീരുമാനത്തെയാണ് ദൈവം അങ്ങ് അനുഗ്രഹിച്ചത്. അപ്പോൾ ഓർക്കുക, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചില ഉടമ്പടികളും ചില തീരുമാനങ്ങളും ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. ഒരിക്കലും നമ്മളുടെ സ്നേഹവും നമ്മളുടെ ആരാധനയും ദൈവത്തോട് എന്തായിരിക്കണം, എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത്. പകരം എന്തായിരിക്കണം? പകരം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാനായിട്ട് നമ്മൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതാ ദൈവവും ആഗ്രഹിക്കുന്നതല്ലേ. അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കല്ലേ, നമ്മളൊക്കെ അങ്ങനെ, എല്ലാവരും അങ്ങനെയാണ്. എന്താണ്, എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്, ശുശ്രൂഷ കിട്ടുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതല്ലേ. എന്നാൽ ഇവിടെ ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. ദാവീദിന് ദൈവത്തോട് അതിരുകവിഞ്ഞ സ്നേഹമായിരുന്നു. ആ അത്രയും സ്നേഹം ദാവീദിനുള്ളത് കൊണ്ടാണ് ദൈവം ദാവീദിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദാവീദിനെ കുറിച്ചും ദൈവം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മളെക്കുറിച്ച് ദൈവം എന്തായിരിക്കും പറയുക എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് തീരുമാനിക്കുക, ദൈവമേ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദാവീദിനെ പോലെ അങ്ങയൊന്ന് ആരാധിക്കുവാൻ, അങ്ങയൊന്ന് സ്നേഹിക്കുവാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് നമ്മുടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കും. ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ജീവിതം മാറും കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു ലെവലിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, അത് നമ്മളെ തന്നെ അങ്ങ് മറക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിക്കുക, നമ്മൾക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതത്ര ശുഭമല്ല അല്ലേ, അതത്ര നല്ല കാര്യമല്ല. കാരണം ഈ സ്നേഹം, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം അല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹം ദൈവത്തോട് എനിക്ക് തോന്നുവാൻ കർത്താവേ, അതിനുള്ളൊരു കൃപ എനിക്കൊന്ന് തരണേ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും അങ്ങയെ സ്നേഹിക്കുവാനുള്ളൊരു കൃപ എനിക്ക് തരണമേ എന്ന് നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ആ ഒരു കൃപ നമ്മൾക്ക് തരും. നമ്മുടെ ആത്മീയത്തിൻ്റെ ലെവൽ മാറുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവവും അത് ആഗ്രഹിക്കുന്നതല്ലേ. കാരണം പലപ്പോഴും ബൈബിളിൽ ഉടനീളം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതുപോലെ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ നമ്മളൊന്ന് സ്നേഹിക്കുന്നവരെ കുറിച്ചൊക്കെ ദൈവത്തിന് ഭയങ്കര കൺസേൺ. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ പിതാവ് അല്ലേ. ആ പിതാവ് നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. ദൈവമാണ്. പക്ഷേ അത് ദൈവം നമ്മുടെ അപ്പനാണ്. അപ്പോൾ ആ അപ്പൻ മക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഇനി നമ്മുടെ ഈ ലോകത്തിലെ മക്കളുടെ ഒരു അവസ്ഥയിലോട്ട് വന്നേ, അപ്പനമ്മമാരെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് മക്കളപ്പന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ അപ്പനും അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുമോ?
ഇല്ല അല്ലേ? കാരണം അവരുടെ സന്തോഷം വരുന്നത് എപ്പോഴാണ്? അവരുടെ സന്തോഷം വരുന്നത് അവർ എന്നെ ഏതവസ്ഥയിലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവർക്ക് സന്തോഷം വരുന്നത്. അതുപോലെ തന്നെ ദൈവം നമ്മളുടെ പിതാവാണ്. അപ്പോൾ ആ പിതാവിനെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹിക്കുവാനുള്ള ഒരു തീരുമാനം നമ്മൾക്ക് എടുക്കാം. ഇത്രയും നാളുമൊക്കെ നമ്മൾ താ 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 എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്ന് കുറേ കിട്ടുകയും ചെയ്തു അല്ലേ? ഇനിയും താ താ എന്ന് പറയണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അപ്പനോടല്ലാതെ വേറെ ആരോടും പറയുവാനായിട്ട് പറ്റത്തില്ല, നമ്മൾ പറയണം. എന്നാൽ അതിലുമൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അതിൻ്റെ കൂടെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ, അതിൻ്റെ കൂടെ ദൈവത്തെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹിക്കുവാൻ നമ്മൾക്കൊരു തീരുമാനമെടുക്കും. അത് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ? ആ ഒരു ഹൃദയം എനിക്കൊന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് തരിക തന്നെ ചെയ്യും. ഓർക്ക് അതിനുശേഷം ദൈവം എന്താണ് ആ ഒരു തീരുമാനം ദാവീദങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോരം അനുഗ്രഹങ്ങളാണ് കൊടുത്തത്. നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ മകൻ എനിക്ക് മകനായിരിക്കും, പിന്നെ എന്താണ് നിന്റെ രാജ്യത്തെ മാറിപ്പോകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദത്തങ്ങളുടെ പെരുമഴ തന്നെ ദൈവം എന്താ കൊടുത്തിരിക്കുന്നത്? ദാവീദിന് വേണ്ടി കൊടുത്തിരിക്കുക. എന്തിനാ കൊടുത്തത്? ദാവീദിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴാണ് കൊടുത്തത് കേട്ടോ. ഓർക്കണമേ. അപ്പോൾ നമ്മളും ഓർക്കുക, നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവത്തിനത് ഭയങ്കര സന്തോഷമാകും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം ദാവീദ് രാജാവായി ഒക്കെ ഇങ്ങനെ പോയി യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിലൊക്കെ ദൈവം എന്താണ് ദാവീദിന് ജയം കൊടുത്തതൊക്കെ നമ്മൾക്ക് കാണാം അല്ലേ? അതിനുശേഷം എന്താണ് ദാവീദിനെല്ലാം നല്ല കാലങ്ങളൊക്കെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ദാവീദിൻ്റെ ജീവിതത്തിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. വിഷയങ്ങൾ എന്താണെന്ന് നമ്മൾക്കറിയാം അല്ലേ? എല്ലാം സമാധാനപരമായിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്താ ചെയ്തത്? രാജാക്കന്മാർ യുദ്ധത്തിനൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു കാലം വന്നപ്പോഴത്തേക്കും കൂട്ടത്തിലുള്ളവരെയൊക്കെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് പുള്ളി എവിടെയാണ്? പുള്ളി മട്ടുപ്പാവിലിങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് എന്താ സംഭവിച്ചത്? പോകേണ്ടടുത്ത് പോകാതെ, രാജാവിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ പുള്ളി അവിടെ അലസനായിട്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? അവിടെയാണ് ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുകയും പിന്നെ നമ്മൾക്കറിയാമല്ലേ ആ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നെ അതിനൊരു കുഞ്ഞ് അവസാനം അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതൊക്കെ നമ്മൾക്കറിയാം. കുഞ്ഞ് മരിച്ചു പോകുന്നതും അതിനു മുൻപേ ആ സ്ത്രീയുടെ ഭർത്താവിനെ ദാവീദ് എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളതൊക്കെ നമ്മൾക്ക് കാണാമല്ലേ? അത് ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു കറപുരണ്ട അധ്യായമായിരുന്നു. അതിനുശേഷം എന്താ പറ്റിയത്? പക്ഷേ ദാവീദ് അവിടെ കിടന്ന് ഉരുണ്ടില്ല കേട്ടോ. ദാവീദിൻ്റെ അടുത്ത് നാഥാൻ പ്രവാചകൻ വന്ന് ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഒരു പാപത്തെക്കുറിച്ച് ബോധം വരുത്തി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ എന്താണ് നെടുമ്പാട് വീണ ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. പക്ഷേ ആ പാപത്തിൻ്റെ ശമ്പളമായി ആ കുഞ്ഞ് മരിച്ചു പോകുവാനായിട്ടിടയായി. അതിനുശേഷം അതേ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവളിലൂടെ തന്നെയാണ് ശലോമോൻ രാജാവ് ജനിക്കുകയും അല്ലെ? ശലോമോൻ്റെ ജനനവും അവനെ ദൈവം അടുത്ത രാജാവാക്കി മാറ്റുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അവിടെ എന്താണ് ദാവീദ് വീണ് പോയെങ്കിലും ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തോട് മാപ്പിരുന്നു അല്ലേ? അതിനുശേഷം ദാവീദ് അങ്ങനത്തെ ഒരു പാപം ചെയ്തു എന്നും നമ്മൾക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയുന്നില്ല. കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഒരു വലിയ പാപമായിരുന്നു അത്. അതിനുശേഷം ദാവീദ് അങ്ങനത്തെ പാപം ചെയ്തതായിട്ട് നമ്മൾക്ക് അവിടെ കാണുന്നില്ല. ഓക്കെ, അതിനുശേഷം എന്താണ്? അതിനുശേഷം നമ്മൾക്കറിയാം പിന്നെയും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദാവീദിന്. പിന്നെ അതിനുശേഷം ദാവീദിൻ്റെ കുടുംബത്തിൽ കുറച്ച് അനർത്ഥങ്ങളുടെ ഒരു പരമ്പര നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. മക്കൾ അപ്പനെതിരെ തിരിയുക, മകൻ വേറൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദാവീദിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അവസാനം എന്താണ്? മകനെ പേടിച്ച് അപ്പൻ ഓടിപ്പോകുന്നതും ദാവീദിനെതിരെ ഒരു ഗൂഢാലോചന അല്ലേ? അഹിത്തോഫേലിൻ്റെ ഒരു ആലോചന വരികയും ഗൂഢാലോചന നടത്തുകയും ദാവീദിന് വീണ്ടും ജീവൻ ഭയം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് കാണാം. എന്തായാലും അവിടെ ഒക്കെ ദൈവം എന്താ ചെയ്തത്? ദാവീദിന് ജയം കൊടുത്തത് കാണാം. ദാവീദിനെതിരെ നിന്ന മകൻ്റെ മരണമൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ? അതിനുശേഷം എന്താണ്? അതിനുശേഷം ദാവീദ് വീണ്ടും ഇങ്ങനെ ബലം പ്രാപിച്ചു വരികയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയുമോ? പുള്ളിക്ക് തൻ്റെ ആ ഒരു അംഗബലത്തിലൊക്കെ അങ്ങ് ഭയങ്കരമായിട്ടൊരു പ്രൗഡൊക്കെ അങ്ങ് തോന്നി. പ്രൗഡ് തോന്നി കഴിഞ്ഞപ്പോൾ പുള്ളി തൽക്കാലം ദൈവത്തോട് ബാക്കിയെല്ലാം ദൈവത്തോട് ഇങ്ങനെ ചോദിച്ച് ഞാൻ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നെല്ലാം ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്ന ദാവീദ് ഈ ഒരു സൈന്യത്തിൻ്റെ ബലവും ജയവും ഒക്കെ അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ അഹങ്കാരം അങ്ങോട്ട് വന്നു. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് അവിടെയുള്ള ഒരു യോദ്ധാക്കളെയൊക്കെ അങ്ങ് എണ്ണുവാനായിട്ട് പോയി. അത് യഹോവയെ ദൈവത്തിന് ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ ദൈവത്തോട് ചോദിക്കാതെ അവൻ്റെ ഈ ആൾബലമൊക്കെ കൊടുത്തതാരാ? ദൈവമാണ് കൊടുത്തത്. ആ ദൈവത്തെ മറന്ന് പുള്ളി എന്ത് ചെയ്തു? പുള്ളി അവിടെ അതിനെയൊക്കെ എണ്ണുവാനായിട്ട് പോയി അല്ലേ? യോദ്ധാക്കളെ എണ്ണുവാനായിട്ട് പോയി. അത് ദൈവത്തിന് അനിഷ്ടം തോന്നി. നമ്മൾക്കറിയാം അതിനുശേഷം എന്താണ്? അതിനുശേഷം വലിയൊരു ബാധയൊക്കെ അവർക്ക് വരികയും പിന്നെ ഒത്തിരി പേര് അല്ലേ 3 ബാധ അയക്കുമെന്ന് പറഞ്ഞു. അതിൽ ദാവീദ് ഒരു 3ാമത്തെ ബാധോർണം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഒത്തിരി പേര് മരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം എന്താണ്? ദാവീദ് ദൈവത്തോട് വീണ്ടും പറഞ്ഞു, ഞാനല്ലേ പാപം ചെയ്ത് എൻ്റെ ജനത്തെ ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും നെടുമ്പാട് വീണുവെന്ന് നമ്മൾക്ക് കാണാം. അതിനുശേഷം എന്താണ്? ദൈവം പറഞ്ഞു, നീ ഒരു യാഗം അർപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ഒരു യാഗപീഠമൊക്കെ പണിത് ഒരു യാഗമൊക്കെ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ബാധ നീങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾക്ക് കാണാം. എന്ന് വെച്ചാൽ
ദൈവം ഒത്തിരി ദാവീദിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിനൊരു ചെറിയ അഹങ്കാരമൊക്കെ അങ്ങോട്ട് വന്നു. എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം അല്ലേ. നമ്മളെല്ലാം ദൈവത്തോട് നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ എല്ലാം ചോദിച്ച് ചെയ്യത്തുള്ളൂ. എന്നാൽ കുറച്ചങ്ങ് എല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വയമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങും അല്ലേ. അതൊക്കെ നമ്മൾക്ക് തെറ്റുകയും ചെയ്യും. പിന്നെ എന്താണ്, അത് ദൈവത്തിനുള്ള അനിഷ്ടം നമ്മളോട് തോന്നുകയും ചെയ്യും. കാരണം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ അപ്പനോട് മക്കൾ ചോദിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ അപ്പനോട് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട്, നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെയല്ലേ, മാതാപിതാക്കന്മാരിയ്ക്കുമ്പോൾ അവരോട് പെർമിഷൻ ചോദിക്കാതെ നമ്മളുടേതായ ചില തീരുമാനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു അനിഷ്ടം ഉണ്ടാകും അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ പിതാവാം ദൈവത്തിനും അല്ലേ. നമ്മുടെ അപ്പനോട് നമ്മൾ എന്ത് ചെയ്യണം? ആലോചനകൾ ചോദിച്ചിട്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. എല്ലാം ദൈവത്തോട് ആലോചന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാതെ ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം ബുദ്ധിക്ക് ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് അത് പരാജയപ്പെടുകയും അതൊക്കെ വലിയ പ്രതിസന്ധിയിലോട്ട് നീങ്ങുകയും ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എപ്പോഴും ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചന ചോദിക്കുവാനായിട്ട് തയ്യാറാകണം. അപ്പോൾ ഈ സെക്കൻഡ് സാമുവേലിനകത്ത് നമ്മൾക്ക് ദൈവം തരുന്ന ഒരു കുറച്ച് പാഠങ്ങൾ എന്താണ്? ഒന്ന് അല്ലേ, ദൈവത്തിൻ്റെ പെട്ടകം, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടുന്ന മഹത്വം, മഹത്വം കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുക. രണ്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിനോട് അല്ലെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാനുള്ള തീരുമാനം. മൂന്നാമത്തത് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ പാപങ്ങളിലേക്ക് വീണു പോകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ അലസരായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ പിശാച് നമ്മളുടെ മേൽ ജയമെടുക്കുവാനായിട്ട് ഇടയാകും. ദാവീദ് വീണു പോയത് അങ്ങനെയാണ്. യുദ്ധത്തിന് പോകേണ്ട സമയത്ത് കൊട്ടാരത്തിൽ കയറിയിരുന്നു അല്ലേ. അതുകൊണ്ടാണ് വേണ്ടാത്തതൊക്കെ കാണാൻ പോയത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ മടിപിടിച്ചിരിക്കാതെ അത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകില്ലെങ്കിൽ പിശാച് ജയമെടുക്കുവാനായിട്ട് ഇടയാകും. ഓക്കെ, ഇനി അടുത്തത് ദൈവം നമ്മൾ തെറ്റുപറ്റിപ്പോയാൽ അത് ദൈവത്തോട് പറഞ്ഞ് ഉപേക്ഷിച്ച് പിന്നീട് അത് ചെയ്യാതിരിക്കുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കുക. അപ്പോൾ ദൈവം നമ്മൾക്ക് എന്ത് തരും? നമ്മൾക്ക് പാപക്ഷമ തരുവാനായിട്ട് ഇടയാകും. ഇനി അടുത്തത് നമ്മളെല്ലാം നിലകളിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ വിട്ടുപോകാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മളുടെ കൂട്ടത്തിലിരുന്ന് ആലോചന പറഞ്ഞു തന്നും നമ്മളെ വഴി നടത്തുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വചനത്തിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നതും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.